ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹിത ജനമേ, ക്രിസ്മസിൻ്റെതായ സന്തോഷത്തിലും ആഹ്ലാദത്തിലുമാണ് ഞാനും നിങ്ങളും ഇന്ന് കടന്നു പോകുന്നത്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് ആഹ്ലാദത്തിനും അതുപോലെ തന്നെ ആഘോഷങ്ങൾക്കും മാത്രമുള്ള ഒരവസരമല്ല എന്ന് ഓർക്കേണ്ടിയിരിക്കുന്നു. ധനഹായും ക്രിസ്മസും പ്രകാശത്തിൻ്റെ പെരുന്നാളുകളാണ്. ലോകത്തിൻ്റെ വെളിച്ചമാവുന്ന ഞാനെന്ന് വിശുദ്ധ യോഹന്നാനിൽ പറയുമ്പോൾ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവ് പറയുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്, ഞാനും നിങ്ങളും ലോകത്തിൻ്റെ വെളിച്ചമാണ്. കർത്താവിലൂടെയാണ് നമ്മൾ വെളിച്ചം പ്രാപിക്കുന്നത്. കർത്താവിലൂടെ പ്രാപിക്കുന്ന വെളിച്ചം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന ചന്ദ്രന്മാരാണ് നമ്മൾ. നീതിസൂര്യനാണ് കർത്താവ്. നീതിസൂര്യനായ കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കൃപയും പ്രാപിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നത് നമ്മുടെ കർത്തവ്യമാണ്. ഒരു തിരിഞ്ഞുപോക്ക് നമ്മുടെ സമൂഹത്തിന് ഇപ്പോൾ ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ അടുത്തത് കേട്ട ഒരു കഥ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഒരു ക്ലാസ് ടീച്ചർ കുഞ്ഞിനോട് ചോദിച്ചു, മോനെ പാല് കിട്ടുന്ന എവിടുന്നാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, മിൽമയിൽ നിന്നാണ് പറഞ്ഞു. മുട്ട കിട്ടുന്ന എവിടുന്നാന്ന് ചോദിച്ചു, ഫ്രിഡ്ജിൽ നിന്നാണ് പറഞ്ഞു. അപ്പോൾ ഇറച്ചിയോ, അത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടും. ആ കുഞ്ഞിന്റെ ചോദ്യം കറക്റ്റാ, എന്നാൽ പൂർണ്ണമായ കറക്റ്റുമല്ല. അവന് കിട്ടുന്ന സ്ഥലങ്ങളെ കുറിച്ച് അവൻ പറഞ്ഞു, പക്ഷെ അതിന്റെ യഥാർത്ഥ ഉറവിടം എവിടെയാണെന്ന് കണ്ടെത്തുവാൻ അവന് കഴിഞ്ഞില്ല. നമ്മുടെ എല്ലാവരുടെയും പെരുമാറ്റത്തിലും അതുപോലെ തന്നെ ക്രിസ്മസ് ആഘോഷത്തിലും ആരാധനയിലെല്ലാം യഥാർത്ഥ ഉറവിടം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി ഉദ്ദേശിക്കുന്നില്ല. യഥാർത്ഥ ഉറവിടമാകുന്ന ക്രിസ്തുവിനെ കണ്ടെത്തുവാനും അവന്റെ പാതയിൽ ചരിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ സമൂഹത്തിനും സഭയ്ക്കും മൂല്യച്യുതി സംഭവിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഉണ്ടെങ്കിൽ അവയെ കറക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ചുമതലയാണ്. ഈ പുതിയ പ്രകാശത്തിന്റെ പെരുന്നാളിന്റെ ദിവസത്തിൽ നീതിസൂര്യനായ കർത്താവിൽ നിന്ന് പ്രകാശം വാങ്ങിച്ച് മറ്റുള്ളവർക്ക് ലോകത്തിന് വെളിച്ചമായിരിക്കുവാൻ നമുക്ക് കഴിയണം. സ്വസ്തോസിന്റെ ക്രമം ഞാൻ എപ്പോഴും പറയാറുണ്ട്. കാസായം ബിലാസ് ഉയർന്നതിന് മുമ്പോട് പ്രാർത്ഥനയിൽ, കർത്താവെ നിന്റെ കൃപയും കരുണയും കനുവും ഞങ്ങളിൽ ഞങ്ങളുടെ കുടുംബവും വന്ന് വസിച്ച് കവിഞ്ഞൊടുക്കണമേ എന്ന്. അതേ, കർത്താവിന്റെ കൃപയും കരുണയും അനുഗ്രഹവും നമ്മിൽ വന്ന് വസിക്കണം ആദ്യം, എന്നിട്ട് അത് കവിഞ്ഞൊടുക്കണം. അതിനിടവരട്ടെ. എല്ലാവർക്കും അനുഗ്രഹമായ ഒരു ക്രിസ്മസ് ഞാൻ നേരുകയാണ്. പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ക്രിസ്മസ് പെരുന്നാളിലേക്ക്, ജന്മപ്പെരുന്നാളിലേക്ക് അടുത്തിയല്ല. അതോടൊപ്പം തന്നെ ഒരു പുതിയ വർഷം ആരംഭിക്കുകയാണ്, ഒരു തിരിഞ്ഞോട്ടത്തിന്റെ അവസരം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ആ കുഞ്ഞ് പറഞ്ഞ ഉത്തരങ്ങളെല്ലാം ശരിയാണല്ലോ, ഭാഗ്യമായി മാത്രമേ ശരിയാവുന്നുള്ളൂ. യഥാർത്ഥ ഉറവിടത്തിലേക്ക് പോകുന്ന യഥാർത്ഥമായ കർത്താവിനെ നമുക്ക് കണ്ടെത്തുന്നതിന് ഇടയാകട്ടെ പുതിയ വർഷത്തിൽ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ച് എല്ലാവർക്കും പുതുവത്സരങ്ങൾ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദേവതമ്പുരാൻ തന്റെ അദൃശ്യമായ വലതുകരം നീട്ടി എന്നെ നിങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിക്കുന്നു.